ഫേസ് ക്രീം ദുഃഖമാണുണ്ണി, ഫിൽട്ടറല്ലോ സുഖപ്രദം. വെളുത്തിട്ട് പാറാൻ ആഗ്രഹിച്ചവരും വൈറ്റനിങ് ക്രീം തേച്ചവരും പല പല ബ്രാൻഡിലാണ് ഇറങ്ങിയിരിക്കുന്നത്. കുറച്ച് കാലം മുമ്പ് എയർലായതായിരുന്നു, പക്ഷേ വീണ്ടും അത് ആളുകൾ യൂസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഇപ്പോഴാണ് അറിയുന്നത്. എന്തായാലും വീഡിയോ ഒന്ന് കാണും. ഗുരുതരമായ വൃക്കരോഗത്തിന് കാരണമാകുന്ന ഫേഷ്യൽ ക്രീമുകൾ കേരളത്തിൽ വ്യാപകമാകുന്നു. മെർക്കുറി, ലെഡ് അടക്കമുള്ള ലോഹമൂലകങ്ങൾ അടങ്ങിയ ക്രീമുകളാണ് ദോഷമറിയാതെ പലരും വാങ്ങി പുരട്ടുന്നത്. പല പേരുകളിൽ ഓൺലൈൻ സൈറ്റുകളിലും ഫാൻസി കടകളിലും ഒക്കെ ഇത്തരം ഉൽപ്പന്നങ്ങളുടെ വിൽപ്പനയും തുടരുകയാണ്. മലപ്പുറം ആസ്ട്രം മിംസിലെ ഡോക്ടർമാർ വൃക്കരോഗികളിൽ നടത്തിയ പരിശോധനയിലാണ് അപൂർവ രോഗം പടരുന്നത് കണ്ടെത്തിയത്. വെളുത്തിട്ട് പാറാമെന്ന മോഹവുമായി കിട്ടുന്ന ക്രീമെല്ലാം പുരട്ടുന്നവർ ഒന്ന് ശ്രദ്ധിക്കണം. മുഖം കറുക്കും, വൃക്ക പോകും. കോട്ടയ്ക്കൽ ആസ്ട്രം മിംസ് ആശുപത്രിയിലെത്തിയ വൃക്കരോഗികളിലാണ് ഡോക്ടർമാർ ഒരേ ലക്ഷണങ്ങൾ കണ്ടത്. മൂത്രത്തിൽ ചെറിയ തോതിൽ പതയും ശരീരത്തിൽ നീരുമായിരുന്നു ലക്ഷണങ്ങൾ. പരിശോധന നടത്തിയ ഡോക്ടർമാർക്ക് കിട്ടിയത് ഞെട്ടിക്കുന്ന കണക്കുകൾ. മെർക്കുറി, ഈയം, കാഡ്മിയം, ആഴ്സനിക് തുടങ്ങിയ മൂലകങ്ങളുടെ അളവ് അനുവദനീയമായതിലും 100-ലധികം മടങ്ങാണ് രോഗികളിൽ കണ്ടത്. ഒരു പേഷ്യന്റ് വന്നപ്പോൾ നമ്മൾ ഇങ്ങനെ അയാളുടെ ചോദിച്ചപ്പോൾ വേറെ ഒന്നും ചെയ്തിട്ടില്ല, ഒരു ഫേസ് ക്രീം മാത്രം ഉപയോഗിച്ചിട്ടുള്ളൂ, കല്യാണത്തിന് വേണ്ടിയിട്ട് വെളുക്കാൻ വേണ്ടിയാണ് ഫേസ് ക്രീം മാത്രം ഉപയോഗിച്ചുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ആ ഫേസ് ക്രീം കൊണ്ടുവരാൻ പറഞ്ഞു. മുമ്പ് ബയോപ്സി ചെയ്ത ആൾക്കാർ, മുമ്പ് ഇതേ അസുഖമുള്ള ആൾക്കാർ അന്ന് ഫോളോ അപ്പ് വേണ്ടി ഒപ്പി വരിക, അവരിത് സ്പോട്ട് ചെയ്തു, ഈ ക്രീം സ്പോട്ട് ചെയ്ത് അവരും അത് ഉപയോഗിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെയാണ് ഇത് കത്തുന്നത്. എല്ലാവരും ഉപയോഗിച്ചത് ഒരേ തരത്തിലുള്ള വിവിധ പേരുകളിൽ പുറത്തിറങ്ങിയ ഫേഷ്യൽ ക്രീമുകളാണ്. തുടക്കത്തിൽ മുഖം വെളുത്തു തുടുക്കുമെങ്കിലും ഉപയോഗം നിർത്തിയാൽ അപകടമറിയാം. ഫേസ് ക്രീം യൂസ് ചെയ്യുന്ന കുട്ടികൾക്ക് ഇതിന്റെ റിസൾട്ട് പെട്ടെന്ന് കിട്ടുന്നുണ്ട്, പെട്ടെന്ന് ഫെയർ ആവുന്നുണ്ട് അവര്. പക്ഷെ പിന്നീട് അവർക്ക് നിർത്താൻ പറ്റുന്നത്